നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ വീണ്ടും ഷിഗല്ല, 3 വിദ്യാർത്ഥികൾക്ക് സ്ഥിരീകരണം. വായനാ ദിനത്തിൽ വിപുലമായ പരിപാടികൾ ഒരുക്കി സ്കൂളുകളിലും വായനശാലകളും വിവിധ സ്ഥാപനങ്ങളും. ലക്ഷങ്ങൾ ചിലവഴിച്ച് പണി പൂർത്തിയാക്കിയ തൃക്കൂർ SMS റോഡ് തകർന്നു. പ്രക്ഷോഭവുമായി ജനകീയ സമരസമിതി. ആരോഗ്യമേഖലയിൽ ഗവൺമെന്റ് നയം നിഷ്ക്രിയത്വം പാലിക്കുന്നുവെന്ന് ആരോപിച്ച് CPM ജാഗ്രതാ സദസ്സ് നടത്തി. NCTV ന്യൂസ് ഇംപാക്ട്. മുപ്ടിയം ഹെൽത്ത് സെന്ററിനു സമീപം അപകടാവസ്ഥയിൽ നിന്നിരുന്ന പുളിമരം മുറിച്ചുമാറ്റി. വാർത്തകൾ വിശദമായി. ചെറുതുരുത്തി വള്ളത്തോൾ നഗറിൽ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നെടുമ്പുര സ്വദേശികളായ 12 വയസ്സുള്ള വിദ്യാർത്ഥിനിക്കും 4 വയസ്സുള്ള ഇരട്ട കുട്ടികൾക്കുമാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. വായനാ ദിനത്തിൽ വിപുലമായ പരിപാടികളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വായനശാലകളും വിവിധ സ്ഥാപനങ്ങളിലും നടന്നത്. പുതുക്കാട്, കൊടകര മേഖലകളിൽ നടന്ന വായനാ ദിനാചരണ പരിപാടികൾ കാണാം. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ ദിനവും വായനക്കളരിയുടെ ഉദ്ഘാടനവും സാഹിത്യകാരൻ അശോകൻ ചിറവിൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ടിഒ ജോൺ അധ്യക്ഷനായി. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അശോകൻ ചിറവിൽ സന്ദേശം നൽകി. ഈ വർഷത്തെ മാഗസിൻ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. സ്കൂളിന്റെ ഉപഹാരമായി എഴുത്തുകാരനും സ്കൂളിലെ ജേർണലിസം അധ്യാപകനുമായ V. ദിലീപിന്റെ അമോർ എന്ന പുതിയ കഥാസമാഹാരവും അശോക വൃക്ഷത്തെയും അശോകൻ ചിറവിലിന് സ്കൂൾ പ്രിൻസിപ്പൽ സമ്മാനിച്ചു. സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിർമ്മാണത്തിൽ കുട്ടികളുടെ മികച്ച ഷോർട്ട് ഫിലിമിനുള്ള അവാർഡ് നേടിയ ഹു എന്ന ഷോർട്ട് ഫിലിമിന്റെ അണിയറ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. പ്രിൻസിപ്പൽ ടോബി തോമസ്, കോർഡിനേറ്റർ VO മിനു, പ്രോഗ്രാം കൺവീനർ V. ദിലീപ് എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരുമ്പോൾ എൻ്റെ ഓർമ്മ, എനിക്ക് നല്ലൊരു ഓർമ്മയുള്ളത് ഞാനിവിടെ പണ്ട് വന്ന ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമായിരുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതാൻ വേണ്ടി വന്നു. ഞാൻ പിന്നീട് അതിൻ്റെ ഭാഗമായി ലഭിച്ച ജോലിയിൽ ചേർന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നുള്ളത് തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി പിന്നീട് ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗമായി പ്രവർത്തിച്ചു 6 കൊല്ലം. ഇപ്പോൾ പരീക്ഷകളൊക്കെ തന്നെ സംവിധാനം ചെയ്യുമ്പോഴൊക്കെ തന്നെ എൻ്റെ മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യം ഈ സ്കൂളാണ്. മറ്റൊരു സന്തോഷം, ധാരാളം സ്കൂളുകളിലൊക്കെ പോകാറുണ്ടെങ്കിലും വളരെ അപൂർവമായിട്ടാണ് അധ്യാപകർക്കിടയിൽ എഴുത്തുകാരെ കാണാറുള്ളത്. നിങ്ങൾക്കറിയാം, ഇവിടെ ഈ സ്കൂളിൽ മലയാള കഥാസാഹിത്യത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ V. ദിലീപ് പ്രവർത്തിക്കുന്നുണ്ട്. പണ്ടുകാലത്ത് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ തന്നെ നിരവധി എഴുത്തുകാർ, പുസ്തകം എഴുതുന്ന ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. കോളേജുകളിൽ പോലും, കോളേജുകളിലെ മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷാ വിഭാഗങ്ങളിൽ ചെന്നാൽ പോലും അവിടുത്തെ സ്റ്റാഫ് റൂമുകളിൽ എഴുത്തുകാരെ അങ്ങനെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. മലയാളത്തിനും സംസ്കൃതത്തിനും ഒക്കെ തന്നെ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. വേലൂപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി അറിവായനം എന്ന പരിപാടി സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ CC ബെസി അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ജോഫി C. മന്നളെ, PTA പ്രസിഡന്റ് ബൈജു വാഴക്കാല എന്നിവർ പ്രസംഗിച്ചു. സ്ത്രീകളുടെ വായന പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആവിഷ്കരിച്ച വീട്ടകം പരിപാടിയുടെ ഉദ്ഘാടനവും ചടങ്ങിനോടൊപ്പം നടന്നു. ഇതിനു പുറമെ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള റീഡേഴ്സ് ഫോറത്തിന്റെ ഉദ്ഘാടനവും ഇച്ചിപ്പാറ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ വായനയുടെ വിത്തുകൾ പാകുന്നതിന്റെ ഭാഗമായി NSS വിദ്യാർത്ഥികൾ സമാഹരിച്ച 150ഓളം പുസ്തകങ്ങളുടെ വിതരണവും നടന്നു. ചടങ്ങിൽ അധ്യാപക പ്രതിനിധികളായ ശ്രീജി S. ചിറേത്ത, ലിസ ജോസ്, ജോസഫ് G. കല്ലൂക്കാരൻ, NSS പ്രോഗ്രാം ഓഫീസർ UJ റോസിലി എന്നിവർ പ്രസംഗിച്ചു.
ഇന്ന് ടീച്ചർ, പ്രിയപ്പെട്ട മിസ്റ്റർ ടീച്ചർ, ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ടീച്ചർ ഞാൻ താമസിക്കുന്ന ചേറ്റുപുഴയിലാണ്. ഞാൻ കൗൺസിലറായത് കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷൻ വാർഡിൽ നിന്നാണ്. രണ്ടാമതും ജയിച്ചപ്പോൾ ഡെപ്യൂട്ടി മേയറായത്. ടീച്ചർ ജനിച്ചു വളർന്നത് എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ്. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു നല്ല പ്രവർത്തനമാണ്, പരിപാടിയാണ്, ചടങ്ങാണ്. ഈ ചടങ്ങിൻ്റെ ജൂൺ 19 വായനാ ദിനം നമ്മുടെ വേലുപ്പാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വായനാ ദിന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് അറിവായനം എന്നാണ്. അറിവായനത്തിൻ്റെ ഭാഗമായി നമ്മൾ ഇന്നലെ എച്ചിപ്പാറ പോയിരുന്നു. ഇന്നലെ ഈ ആഴ്ച തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഔദ്യോഗിക ഉദ്ഘാടനം മാത്രമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പ്രവർത്തനങ്ങൾ തുടരും. അറിവായനം എന്ന നമ്മുടെ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ബഹുമാനിയായ നമ്മുടെ പ്രിൻസിപ്പൽ ശ്രീമതി ബെസി ടീച്ചറാണ്. ടീച്ചർ ജൂൺ മാസത്തിലാണ് നമ്മുടെ സ്കൂളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ടീച്ചറെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഒരു പുസ്തകം വായിക്കുമ്പോൾ നാം ഒരു ലോകത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് നമ്മൾ ഇട്ടിരിക്കുന്ന പേര് അറിവായനം എന്നാണ്. ഇന്നത്തെ ചരമദിനമായ ജൂൺ 19 നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത് ഔദ്യോഗികമായി 2016 ഇങ്ങനെ ഒരു വായനാ ദിനം നമുക്ക് ഔദ്യോഗികമായിട്ട് കിട്ടുന്നത്. അത് 2017 നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി സാറ് അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച് വായനാ ദിനം നമുക്ക് ഓരോരുത്തർക്കും തന്നത്. ഏവർക്കും അറിയുന്നത് പോലെ പുതിയ അറിവ് നേടുന്നതിനും ജീവിതത്തിലെ മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും വായന നമ്മെ സഹായിക്കുന്നുണ്ട്. രീതിയിലൊക്കെ ഇവിടുത്തെ സമൂഹവുമായി സംവദിക്കാനുള്ള അവസരങ്ങളിൽ ഞങ്ങൾ സജീവമായി പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ സാറിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വായന, നാളെ നേതൃത്വം എന്ന സന്ദേശമുയർത്തി ഇഞ്ചക്കുണ്ട് ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ലിജോൺ ബ്രഹ്മകുളം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി മുഖ്യ സന്ദേശം നൽകി. അധ്യാപിക സിബി ലൈജു, ശ്രീജ ജോഷി എന്നിവർ പ്രസംഗിച്ചു. വിവിധ കലാപരിപാടികളും വായനാദിന പ്രതിജ്ഞയും നടന്നു. പോങ്കോത്ര SN വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സുരേഷ്, പഞ്ചായത്ത് അംഗം സുനിത രവീന്ദ്രൻ, പോങ്കോത്ര LP സ്കൂൾ പ്രധാനാധ്യാപിക ഇന്ദുജ, വായനശാല സെക്രട്ടറി പ്രീമ പ്രദീപ്, ദിവ്യ ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പിള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. കവി ശ്രീജ നടുവം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പലും ലക്ഷ്മി നാരായണ ട്രസ്റ്റ് ചെയർമാനുമായ K. രമാദേവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ മാനേജർ സഞ്ജയ് K. നായർ, മാതൃസമിതി സെക്രട്ടറി മിനി ഹരി, വിദ്യാർത്ഥികളായ EB പുണ്യ, ചഞ്ചല ശോഭിത്, സഞ്ജയ് എന്നിവർ പ്രസംഗിച്ചു. കവിതാലാപനം, പുസ്തക പരിചയം എന്നിവയ്ക്കൊപ്പം MTയും OV വിജയനും ബഷീറും കുമാരനാശാനും മാധവിക്കുട്ടിയുമെല്ലാമായി വേഷമിട്ടവർ കുട്ടികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് സദസ്സിൽ ഏറെ കൗതുകം പകർന്നു നൽകി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വായന വാരാഘോഷത്തിൽ ദിനം തോറും കഥകൾ, പുസ്തക പരിചയം, ക്ലാസ് തോറും ലൈബ്രറി ഒരുക്കൽ, വായനാ മത്സരം തുടങ്ങിയ വിവിധ പരിപാടികളാണ് കുട്ടികൾക്കായി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ്, ഒരിക്കലും ചതിക്കാത്ത കൂട്ടുകാരനാണ് നല്ല പുസ്തകങ്ങള്, നല്ല വായന എന്ന് പറയുന്നത്. പറപ്പൂക്കര PVSHSSൽ വായനാദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും കവിയും നാടൻപാട്ട് കലാകാരനും നോവലിസ്റ്റുമായ സുധീഷ് ചന്ദ്രൻ വായനാദിന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ലേഖ N. മേനോൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ഡെമ്മി ജോൺ, അധ്യാപിക KS. സിമിത എന്നിവർ പ്രസംഗിച്ചു.
പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. അമൃത TV മാമ്പഴം റിയാലിറ്റി ഷോ 8ാം സീസൺ വിജയിയും അധ്യാപികയുമായ സ്മിത P. മേനോൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നാടൻപാട്ട് കലാകാരൻ അജിത് സുൽത്താൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക MP ബിന്ദു, സീനിയർ അധ്യാപിക KS പുഷ്കല എന്നിവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പോങ്കോത്ര SN വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് സൗദാമിനി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സുരേഷ്, പഞ്ചായത്ത് അംഗം സുനിത രവീന്ദ്രൻ, പോങ്കോത്ര LP സ്കൂൾ പ്രധാനാധ്യാപിക ഇന്ദുജ, വായനശാല സെക്രട്ടറി പ്രീമ പ്രദീപ്, ദിവ്യ ശിവരാമൻ എന്നിവർ പ്രസംഗിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വായന മാസാചരണത്തിന്റെ ഉദ്ഘാടനം ഇരിങ്ങാലക്കുട സംഗമേശ്വര ആയുർവേദ ഗ്രാമം ഡയറക്ടറും വൈജ്ഞാനിക സാഹിത്യകാരനുമായ കേസരി മേനോൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് ശ്രീജിത്ത് പട്ടത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം PS അജീഷ്, പ്രധാനാധ്യാപകൻ T. അനിൽകുമാർ, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, PTA വൈസ് പ്രസിഡന്റ് ധന്യ ബിജു, സ്റ്റാഫ് പ്രതിനിധി B. ബിജു, ലൈബ്രറി ഇൻചാർജ് ബിന്ദു G. കുട്ടി, അധ്യാപകരായ CC പ്രിയ, MS സൗമ്യ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കേസരി മേനോൻ നയിച്ച വരമൊഴിയുടെ ദൃശ്യചാരുത ശില്പശാല അരങ്ങേറി. വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിലെ ഓരോ കുട്ടിക്കും ഓരോ പുസ്തകം എന്ന പരിപാടിയുമായി അളഗപ്പാനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദി. വായനാ വാരത്തിൽ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സൗജന്യമായി ഒരു ലൈബ്രറി പുസ്തകമെങ്കിലും സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പഞ്ചായത്ത് അംഗം പ്രിൻസൺ തയ്യാലയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സോജൻ ജോസഫ് അധ്യക്ഷനായി. സാഹിത്യകാരിയും മലയാളം അധ്യാപികയുമായ NK ഷീല മുഖ്യാതിഥിയായി. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിനി M. കുര്യാക്കോസ്, LP പ്രധാനാധ്യാപിക MR രേണുദാസ് എന്നിവർ പ്രസംഗിച്ചു. വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തി ക്ലാസ് അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാഗസീനുകളുടെ പ്രകാശനവും സ്കൂൾ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുസ്തക പ്രദർശനവും പുസ്തക പരിചയപ്പെടുത്തലും മലയാളത്തിൽ ഇന്ന് പ്രചാരത്തിലുള്ള 50-ൽ പരം ആനുകാലികങ്ങളുടെ പ്രദർശനവും പ്രത്യേകം സജ്ജീകരിച്ചിട്ടുണ്ട്. സാഹിത്യ പ്രശ്നോത്തരി, അമ്മ വായന, വീട്ടിലും ക്ലാസ്സിലും വായനാ മൂലകൾ ഒരുക്കൽ, നാട്ടിലെ ഗ്രന്ഥശാലകളുടെ സന്ദർശനവും അംഗത്വം സ്വീകരിക്കലും തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് വായനാ വാരത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിക്കുന്നത്. പരിപാടികൾക്ക് കൺവീനർ അനുമോൾ ആന്റണി, PT ജിനിമോൾ, IS ജിഷ, MB സജീഷ് എന്നിവർ നേതൃത്വം നൽകി. മറ്റത്തൂർ GLP സ്കൂളിലെ വായനാ ദിനാചരണം പഞ്ചായത്ത് അംഗം അക്ഷയ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TR രാഗേഷ് അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ കൃഷ്ണകുമാർ മാപ്രാണം മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപിക TM ശകുന്തള, ജയപ്രകാശൻ മാസ്റ്റർ, ഭാഷാ ക്ലബ് കൺവീനർ സ്റ്റെഫി എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഇളം തളിർ മാഗസിൻ പ്രകാശനം ചെയ്തു. ആരു പറഞ്ഞു മാളോരെ കുന്നിനുമപ്പുറം കൈതക്കാട്ടിലെ കാറ്റു പറഞ്ഞു മാളോരെ. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന് തുടക്കമായി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വായനോത്സവം നാടൻപാട്ട് കലാകാരി മിനി പ്രദീപ് കരിന്തലക്കൂട്ടം ഉദ്ഘാടനം ചെയ്തു. കഥാകൃത്തും നോവലിസ്റ്റും വയലാർ അവാർഡ് ജേതാവുമായ അശോകൻ ചെരുവിൽ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് അശ്വതി ഷൈജു അധ്യക്ഷയായ ചടങ്ങിൽ അമ്മ വായനയുടെ ഉദ്ഘാടനം നിവേദ്യ സജിലിന് പുസ്തകം നൽകിക്കൊണ്ട് നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ PS ബിജി, പഞ്ചായത്ത് അംഗം നിവേദ്യ സജിൽ, SMC ചെയർപേഴ്സൺ PV ശ്രീജിത്ത്, MPTA പ്രസിഡന്റ് ജീവ ബേബി, PTA വൈസ് പ്രസിഡന്റ് PP ലിജു, SMC വൈസ് ചെയർപേഴ്സൺ ഷിനി കണ്ണൻ, പ്രധാനാധ്യാപിക NJ മിനി, OSA ചെയർമാൻ KN ജയപ്രകാശ്, സീനിയർ അധ്യാപിക AK അമൃതപ്രിയ, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ AK ഷീജ എന്നിവർ പ്രസംഗിച്ചു. വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചടങ്ങിൽ നിർവഹിച്ചു. BRC സംഘടിപ്പിച്ച പുസ്തക പെരുമ വായനാ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ നിമ റോസ് സിജോയെ ചടങ്ങിൽ അനുമോദിച്ചു. ലക്ഷങ്ങൾ ചിലവഴിച്ച് പണി പൂർത്തിയാക്കിയ തൃക്കൂർ SMS റോഡ് തകർന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് റോഡ് തകർച്ചയിലാകാൻ കാരണമെന്ന് നാട്ടുകാർ. പ്രക്ഷോഭവുമായി SMS റോഡ് ജനകീയ സമരസമിതി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്ന്
80 ലക്ഷം രൂപ ചിലവഴിച്ചാണ് തൃക്കൂർ SMS റോഡിന്റെ 640 മീറ്റർ ഭാഗം പണിതത്. 2021 ആരംഭിച്ച നിർമ്മാണം പാതിവഴിയിൽ ഉപേക്ഷിച്ചതിനെ തുടർന്നുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് 2023 നിർമ്മാണം പൂർത്തിയാക്കിയത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. 100 മീറ്ററിന് 12.5 ലക്ഷം രൂപ ചിലവഴിച്ചായിരുന്നു നിർമ്മാണം. റോഡ് പണിയിലെ അപാകങ്ങൾ ചൂണ്ടിക്കാട്ടി കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് 3 വർഷം മുൻപേ നാട്ടുകാർ പഞ്ചായത്ത് ഭരണസമിതിക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് കോൺട്രാക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഭരണസമിതി അറിയിച്ചിരുന്നെങ്കിലും റോഡ് പുനർനിർമ്മിക്കുകയോ കരാറുകാരനെതിരെ നിയമ നടപടിയെടുക്കുകയോ ചെയ്യാതെ പഞ്ചായത്ത് ഭരണസമിതി ഒത്തുകളിക്കുകയാണെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. ഇത് SMS റോഡ് നിവാസികളുടെ ഒരു വലിയ പ്രതിഷേധ ധർണയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്നലെയും ഇന്നായി ഇവിടുത്തെ ജനങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ഇവിടുത്തെ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണത്. ഏകദേശം 2.5 കിലോമീറ്റർ നീളത്തിലുള്ള റോഡ്. അതിൻ്റെ ആദ്യഘട്ട നിർമ്മാണത്തിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നും 80 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് 640 മീറ്റർ റോഡ് ഇവിടെ ആധുനിക രീതിയിൽ പണികഴിപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ BM&BC റോഡുകളാണ് നമ്മൾ കാണുന്നത്. ആ റോഡ് പണിയാൻ വേണ്ടി ഏകദേശം 100 മീറ്ററിന് 10 ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത്. ഈ റോഡ് പണിതിട്ടുള്ളത് 100 മീറ്ററിന് 12.5 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. പണിയാൻ തന്നെ ഏകദേശം 2.5 വർഷക്കാലം എടുത്തു. 2021 റോഡ് പണി തുടങ്ങിയതിന് ശേഷം 2023 മാർച്ച് 18 റോഡ് പണി പൂർത്തീകരിക്കുന്നത്. ആ റോഡ് പണി പൂർത്തീകരിച്ച് 3 മാസം കഴിയുമ്പോഴേക്കും ഈ റോഡ് പൊളിയുന്ന അവസ്ഥയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതിനെതിരെ വിവിധങ്ങളായ പരാതികൾ വിവിധ കേന്ദ്രങ്ങളിൽ പഞ്ചായത്തിൽ ഞങ്ങൾ പല ആളുകളും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരടക്കം വിവിധങ്ങളായ പരാതികൾ പഞ്ചായത്തിൽ കൊടുക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത് ഈ റോഡ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ റോഡ് എന്ന് പറയുന്നത് ഗ്യാരണ്ടി പീരീഡുള്ള റോഡാണ്. ആ റോഡ് പൂർണ്ണ ഉത്തരവാദിത്തം കോൺട്രാക്ടർക്കാണ്. ഇത് എത്ര പൊളിഞ്ഞാലും അത് കോൺട്രാക്ടർ വന്ന് ശരിയാക്കി തരും എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ പല പ്രതിഷേധക്കാരെയും അവർ പറഞ്ഞു വിടുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് ഇത് ഞങ്ങളെ കബളിപ്പിക്കലാണെന്നുള്ളത്. ഇത് കോൺട്രാക്ടർക്കെതിരെ ഈ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കോൺട്രാക്ടർ ആണെങ്കിൽ ജനങ്ങളെ വെല്ലുവിളിച്ച് നടക്കുകയാണ്. ഞാനിത് പണിയില്ല എന്നുള്ള രൂപത്തിൽ കോൺട്രാക്ടർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒരു പ്രാദേശിക ഭരണകൂടം എന്നുള്ള രൂപത്തിൽ തൃക്കൂർ പഞ്ചായത്ത് ഒന്നും തന്നെ ഈ കോൺട്രാക്ടർക്ക് എതിരെ നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ കോൺട്രാക്ടർക്ക് വീണ്ടും ആ പഞ്ചായത്തിൽ 12ഓളം പണികൾ ഇപ്പോൾ പുതിയതായിട്ട് അനുമതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തോളം റോഡ് വെട്ടിപ്പൊളിച്ച് പൂർണ്ണമായി ഗതാഗതം നിരോധിച്ചായിരുന്നു നിർമ്മാണം. എന്നാൽ ടാറിംഗ് കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ റോഡ് പൊട്ടിപ്പൊളിയാൻ തുടങ്ങിയിരുന്നു. നിലവിൽ കാൽനടയാത്ര പോലും അസാധ്യമായ രീതിയിലാണ് പാതയുടെ അവസ്ഥ. നിർമ്മാണത്തിലെ അപാകമാണ് റോഡ് തകർച്ചയിലാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പരാതികൾ വ്യാപകമായിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് വാർഡ് മെമ്പർ ഷീബ നികേഷ് പറഞ്ഞു. നമുക്കറിയാം 2019-20 രവീന്ദ്രമാഷ് MLA ആയിരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ 80 ലക്ഷം രൂപ അനുവദിച്ച് കിട്ടുന്നത്. എന്നിട്ട് തന്നെ ഈ റോഡിൻ്റെ വർക്ക് തുടങ്ങിയത് പൂർത്തീകരിക്കാൻ തന്നെ 2.5-3 വർഷം എടുത്തിട്ടുണ്ട്. അത്രയും നാൾ ജനങ്ങൾ ഇവിടെ ദുരിതത്തിലാണ് ഇതിൽ പോയിട്ടുള്ളത്. കാരണം ഒരു റോഡ് പണി നടക്കുമ്പോൾ അത് പൊളിച്ചിട്ടിട്ട് കാലങ്ങളോളം അത് പണിയാതെ ലാഗ് ചെയ്ത് പോയിട്ട് വളരെയധികം സമരങ്ങളും അതുപോലെ ജനകീയ പ്രതിഷേധങ്ങളുടെയും ഭാഗമായിട്ടാണ് ഈ വർക്ക് തന്നെ തുടങ്ങിയത്. പലതവണ ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ മുൻപിൽ പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിലും പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിലും ആ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല. ഏകദേശം മാർച്ച് 18 2023 ഈ റോഡ് ഉദ്ഘാടനം ചെയ്തു, ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു. അതിനുശേഷം ഒരു ജൂൺ മാസം ആയപ്പോഴേക്കും റോഡിൽ കുഴികൾ രൂപപ്പെട്ടു തുടങ്ങി. ഈ കുഴികൾ രൂപപ്പെട്ടതിൻ്റെ ഭാഗമായി നമ്മളവിടെ പഞ്ചായത്തിൽ പരാതി വെച്ചപ്പോൾ എന്തായാലും അവർക്കൊരു ഗ്യാരണ്ടി പീരീഡ് ഉണ്ട്. ആ ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ വന്ന തകരാറ് അവർ പരിഹരിച്ചു തരും, വേറൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഈ പരാതിയുടെ ഭാഗമായിട്ട് അയാൾ വന്നിട്ട് ഈ കോൺട്രാക്ടർ ഇവിടെ എത്തിയിട്ട് ഈ കുഴിയിൽ പാറപ്പൊടി കൊണ്ടുവന്ന് അടയ്ക്കുകയാണ് ചെയ്തത്. ഈ ചെറിയ കുഴികളിൽ പാറപ്പൊടി ഇട്ടാൽ അത് ശരിയാവുന്നുള്ള രീതിയിലുള്ളൊരു സമീപനമാണ് അയാൾ സ്വീകരിച്ചത്. പിന്നീട് പലതവണ ഞങ്ങൾ പരാതി കൊടുത്തിട്ടും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ട യാതൊരു നടപടിയും കോൺട്രാക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി ആയാലും ഈ കോൺട്രാക്ടറെ നമ്മുടെ തൃക്കൂർ പഞ്ചായത്തിലെങ്കിലും തുടർന്ന വർക്കുകൾ ഇനി കൊടുക്കരുത്. ഈ കോൺട്രാക്ടർ എടുത്തൊരു വർക്ക് തന്നെയാണ് ഇവിടെ ബാലവാടി വഴി. ആ റോഡൊന്ന് പോയി നോക്കിയാൽ കാണാം. ആ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇതേപോലെ 10 ലക്ഷം ഫണ്ട് വെച്ച് പണിതൊരു റോഡാണ്. അതുപോലെ വട്ടക്കൊട്ടായി കള്ളായി റോഡ്, ആ ഭാഗത്തും ഇതേപോലെ ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. പല റോഡുകളും ഇതുപോലെ ആണ് ആളുടെ പ്രവൃത്തി നടക്കുന്നത് എന്നറിഞ്ഞിട്ടും വീണ്ടും വർക്കുകൾ കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ പ്രസിഡന്റിനെ കണ്ടപ്പോഴും പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തായാലും ഇത് ചെയ്തു തരുന്നുള്ളൊരു
ഉറപ്പാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ അത് നമുക്ക് ഇനിയും മുഖവിലേക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം ഈ ഒരു 3-4 വർഷം ഈ ഒരു വാക്ക് വിശ്വസിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും ശക്തമായ പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. റോഡ് പുതുക്കി പണിയണമെന്നും കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ജനകീയ സമരസമിതി. നേതാക്കളായ കപിൽ രാജ്, മുരളിപ്പാട്ടത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൃത സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ നികേഷ്, ശാന്തി മണികണ്ഠൻ, പ്രിയ ചന്ദ്രൻ, സിനീഷ്, രാജേഷ്, സജീവൻ എന്നിവരാണ് ജനകീയ സമരസമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാനത്തുടനീളം ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ആധുനിക രീതിയിൽ നവീകരിക്കപ്പെട്ട ഒരു കാലത്താണ് തൃക്കൂർ പഞ്ചായത്തിലെ SMS റോഡ് അതിശോചനീയമായ നിലയിൽ ആയിരിക്കുന്നത്. വെറും 3 വർഷം മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ റോഡ് നിർമ്മിച്ച് 3 മാസത്തിനകം തന്നെ തകർന്നു തുടങ്ങിയെന്നാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. ഇപ്പോൾ വലിയ ഗർത്തങ്ങൾ നിറഞ്ഞ് തീർത്തും കാൽനട യാത്ര പോലും അസാധ്യമായ രീതിയിലാണ് ഈ റോഡിനെ നമുക്ക് കാണാൻ കഴിയുക. കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ഈ കരാറുകാരനും പഞ്ചായത്തും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ് എന്ന് തെളിയിക്കുകയാണ് തൃക്കൂർ പഞ്ചായത്തിലെ SMS റോഡ് ജനകീയ സമരസമിതി. വലിയ പ്രക്ഷോഭങ്ങളുമായി വരും ദിവസങ്ങളിൽ നീങ്ങാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഏതായാലും അധികൃതർ കണ്ണു തുറക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ തകർന്ന് തരിപ്പണമായ തൃക്കൂർ SMS റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. നിർമ്മാണത്തിലെ അപാകമാണ് റോഡ് തകർച്ചയിലാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. 100 മീറ്ററിന് 12.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നിർമ്മാണം നടത്തിയതെങ്കിലും ഗുണനിലവാരമുണ്ടായിട്ടില്ല. പരാതികൾ വ്യാപകമായിട്ടും ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് റീടാറിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി എത്രയും വേഗം ഗതാഗതയോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് ഉപരോധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. പ്രതിഷേധ സമരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൃത സുനിൽ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ കപിൽ രാജ്, മുരളിപ്പാട്ടത്തിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ നികേഷ്, ശാന്തി മണികണ്ഠൻ, പ്രിയ ചന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമ തുടങ്ങിയവർ സംസാരിച്ചു. ഈ പ്രദേശത്തെ പ്രത്യേകിച്ച് SMS റോഡിൽ ജീവിക്കുന്ന ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു നമ്മുടെ SMS റോഡ് സഞ്ചാരയോഗ്യമാക്കുക എന്നുള്ളത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ തന്നെ ഏറ്റവും വലിയ റോഡുകളിൽ ഒന്നാണ് SMS റോഡ് എന്ന് പറയുന്നത്. ഏകദേശം 2.5 കിലോമീറ്റർ നീളമുള്ള റോഡ്. ഇപ്പോൾ ആ റോഡിന് പ്രാധാന്യം കൂടുകയാണ്. ഇപ്പോൾ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക്, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പുത്തൂര്. നമുക്ക് ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറത്താണ് ആ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡിന്റെ പ്രാധാന്യം എന്ന് പറയുന്ന ആ സുവോളജിക്കൽ പാർക്കിലേക്ക് പോകുന്നതിനുള്ള ഒരു സമാന്തര റോഡ് കൂടിയിട്ടാണ് നമ്മുടെ SMS റോഡ് എന്ന് പറയുന്നത്. ആ SMS റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് വളരെ ദയനീയമായിട്ടുള്ളത്. ഈ ഒരു അവസ്ഥ നമ്മൾ പലതവണ ജനങ്ങൾ അവരുടെ പ്രതിഷേധം ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം എന്നുള്ള രൂപത്തിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിനെ വിവിധങ്ങളായ സമയങ്ങളിൽ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നമ്മുടെ ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി തന്നെ ഇവിടെ നടന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞതോടുകൂടി ഏപ്രിൽ 18 ഈ റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് 3 മാസം കഴിഞ്ഞതോടുകൂടി റോഡിൽ കുഴികൾ രൂപപ്പെടുകയും അത് വലിയ ഗർത്തങ്ങളായി മാറുകയും ചെയ്തു. 1 വർഷം പണി തീർന്ന് 1 വർഷം ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഓരോ കുഴികളും നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നു തുടങ്ങി. പണ്ട് കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അന്ന് മുതൽ തന്നെ നമ്മുടെ റോഡ് ശരിയല്ല എന്നുള്ളത്. അതുപോലെ തന്നെ 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുഴികൾ രൂപപ്പെടാനായിട്ട് തുടങ്ങി. ആരോഗ്യമേഖലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് നയങ്ങൾ നിഷ്ക്രിയത്വം പാലിക്കുന്നുവെന്നാരോപിച്ച് CPM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സദസ്സ് നടത്തി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PK ശിവരാമൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, അമ്പിളി വേണു, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, പറപ്പുകര പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, PR പ്രസാദൻ, MR രഞ്ജിത്ത, EK അനൂപ, സരിത രാജേഷ്, KC ജെയിംസ്, CM ബബീഷ്, KD അപ്പച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ആ ഗവൺമെന്റിനെതിരെ സമരവുമായി CPM ഇടതുപക്ഷ മുന്നണി പ്രതിപക്ഷക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നു.
NCTV ന്യൂസ് ഇമ്പാക്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ മുപ്ലിയം ഹെൽത്ത് സെന്ററിനു സമീപം അപകടാവസ്ഥയിൽ നിന്നിരുന്ന പുളിമരം ഒടുവിൽ മുറിച്ചുമാറ്റി. കാലവർഷം ശക്തിയായാൽ ഏതു നിമിഷവും കടപുഴകി വീഴാവുന്ന നിലയിലായിരുന്ന മരം ജനങ്ങൾക്കും പുതിയ കെട്ടിടത്തിനും ഭീഷണിയാണെന്ന് കാട്ടി മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് പരാതി നൽകിയിരുന്നു. NCTV വാർത്തയെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെടുകയായിരുന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ ഉൾപ്പെടുന്ന കുഞ്ഞക്കര മുപ്ലിയം ഹെൽത്ത് സെന്ററിന് സമീപമാണ് ഈ പൊളിമരം നിന്നിരുന്നത്. വൃക്ഷത്തിന്റെ ചുവട്ടിലെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയ നിലയിലായിരുന്നു. ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ മരം കടപുഴകി വീഴാൻ സാധ്യതയേറെയാണെന്നും ഇത് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകരാനും വഴിയാത്രക്കാരുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കാനും കാരണമാകുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുൻപും ഇതേ വിഷയത്തിൽ പരാതികൾ നൽകിയിരുന്നെങ്കിലും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ NCTV വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് മരം മുറിച്ചു നീക്കുകയായിരുന്നു. നേരത്തെ ഇതേ സ്ഥലത്തെ ജീർണിച്ച ഹെൽത്ത് സെന്റർ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയത് നിർമ്മിക്കണമെന്ന രവീന്ദ്രനാഥിന്റെ പരാതിയെ തുടർന്ന് ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും ഇടപെട്ടിരുന്നു. ഇതിന്റെ ഫലമായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഈ പുതിയ കെട്ടിടത്തിനും ജനങ്ങൾക്കും ഭീഷണിയായ മരമാണ് ഇപ്പോൾ അധികൃതർ മുറിച്ചുമാറ്റിയത്. ഹെൽത്ത് സെന്ററിന് സമീപം അപകടാവസ്ഥയിൽ നിന്നിരുന്ന വലിയ പുളിമരം ഇന്ന് മുറിച്ചു നീക്കി. ഇത് മുറിച്ചു നീക്കുന്നതിനുമായി ബന്ധപ്പെട്ട് പരാതികളും അതുപോലെ തന്നെ നിരന്തര ഇടപെടലും നടത്തിയത് ഞാനാണ്. പുതിയ ഭരണസമിതിക്ക് പരാതി കൊടുത്തു. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ ആരോഗ്യവകുപ്പ്, നമ്മുടെ ഈ വിഷയം സംപ്രേഷണം ചെയ്ത NCTV എന്നിവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ റിക്രൂട്ട്മെന്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ആദരിച്ച് ഫിറ്റ്നസ് മെസഞ്ചറിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. അളഗപ്പ നഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ കായിക അധ്യാപകനും ഫിറ്റ്നസ് മെസഞ്ചറിന്റെ മുഖ്യ പരിശീലകനുമായ ജോബി മൈക്കിളിന്റെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ യുവാക്കളാണ് ഇത്തവണ അഗ്നിവീർ റിക്രൂട്ട്മെന്റിൽ സെലക്ഷൻ നേടിയത്. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് പൂർണ്ണമായും സൗജന്യ പരിശീലനമാണ് ഫിറ്റ്നസ് മെസഞ്ചർ നൽകി വരുന്നത്. ഈ പരിശീലനത്തിലൂടെ ഇതിനകം നിരവധി പേർ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, BSF, IRB തുടങ്ങിയ സായുധ സേനകളിൽ പ്രവേശനം നേടിയിട്ടുണ്ട്. ഈ വർഷം അഗ്നിവീർ റിക്രൂട്ട്മെന്റിൽ പുഴമ്പള്ളം സ്വദേശി TM അമർനാഥ് ആർട്ടിലറി റെജിമെന്റിലേക്കും, കോടന്നൂർ സ്വദേശി ആഷിഖ് RVC റെജിമെന്റിലേക്കും, ഒല്ലൂർ സ്വദേശി വില്യംസ് ആർട്ടിലറി റെജിമെന്റിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. ചടങ്ങിൽ തൃശൂർ റേഞ്ച് DYSP PR ബിജോയ് യുവാക്കളെ അനുമോദിച്ച് രാജ്യസുരക്ഷയുടെയും സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെയും പ്രാധാന്യം പങ്കുവച്ചു. വാർഡ് കൗൺസിലർ സൗമ്യ, വേണൂസ് ഡിജിറ്റൽ ആർക്കേഡിലെ KV ആനന്ദൻ, റിട്ടയേർഡ് SA ബാബു എന്നിവർ പ്രസംഗിച്ചു. സൗജന്യ പരിശീലനത്തിലൂടെ യുവാക്കളെ സായുധ സേനയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഫിറ്റ്നസ് മെസഞ്ചറിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പേർക്ക് പ്രചോദനമാവുകയാണ്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ പ്രതിമാസ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പുകളുടെ പരമ്പരയിൽ 176ാമത് ക്യാമ്പ് ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര GLP സ്കൂളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. ഇതുവരെ നടന്ന 175 ക്യാമ്പുകളിലായി 13,724 പേർ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാവുകയും 5,991 പേർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കുകയും ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. അനിൽ വടക്കേടത്ത്, MR ആംസൺ, P രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോളിൽ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഹാട്രിക് മികവോടെ അർജന്റീന മികച്ച തുടക്കം കുറിച്ചതിൽ ആവേശത്തോടെ ആരാധകർ. പുതുക്കാട് അർജന്റീന ഫാൻസ് ഒരുക്കിയ ലയണൽ മെസ്സിയുടെ കൂറ്റൻ ഫൈബർ പ്രതിമ ആകർഷകമായി. പുതുക്കാട് അർജന്റീന ഫാൻസ് ഒരുക്കിയ ലയണൽ മെസ്സിയുടെ കൂറ്റൻ ഫൈബർ പ്രതിമ ആകർഷകമായി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ പുളിക്കൻ ജോർജ് പോൾസന്റെ വസതിക്ക് മുന്നിലാണ് 10 അടി ഉയരത്തിൽ മെസ്സിയുടെ ഫൈബർ രൂപം തീർത്തത്. ആനക്കല്ല് PG ക്രിയേഷൻ സ്റ്റാച്യു മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഫൈബർ രൂപം ഒരുക്കിയെടുത്തത്. ആഘോഷങ്ങൾ അലതല്ലിയ ചടങ്ങിൽ മെസ്സിയുടെ കട്ട ഫാൻസായ പുതുക്കാട് സെന്റ് ആന്റണീസ് ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ നോബിൾ ഐനിക്കൽ, ഡീക്കൻ ആശിഷ് കൊമ്പൻ എന്നിവർ ചേർന്ന് പ്രതിമയുടെ അനാച്ഛാദനം നിർവഹിച്ചു. അർജന്റീന താരങ്ങളുടെ ചിത്രം ആലേഖനം ചെയ്ത കേക്ക് മുറിച്ച്
ആഹ്ലാദം പങ്കിട്ട അർജന്റീന ആരാധകർ വാമോസ് അർജന്റീന വിളികളോടെയാണ് ലോകകപ്പിന്റെ ആവേശത്തിൽ അമർന്നത്. നിരവധി പേരാണ് മെസ്സിയുടെ പ്രതിമ കാണാനും മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനുമായി എത്തുന്നത്. ജിജിൻ പോളിന്റെ നേതൃത്വത്തിലാണ് അർജന്റീന ആരാധകർ ആഘോഷം സംഘടിപ്പിച്ചത്. പുതുക്കാട് GVHSSൽ ആന്റി ഡ്രഗ് അവയർനെസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സർക്കാർ ആവിഷ്കരിച്ച തൂഫാൻ പദ്ധതിയോടനുബന്ധിച്ചായിരുന്നു ഫുട്ബോൾ ടൂർണമെന്റ്. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പുതുക്കാട് SI ലിയാസ് നിർവഹിച്ചു. പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO യദുകൃഷ്ണൻ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു പ്രസംഗിച്ചു. ടൂർണമെന്റിനോടനുബന്ധിച്ച് സ്കൂളിലെ LP, UP, HS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചിരുന്നു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ഇന്ത്യൻ നോളജ് സിസ്റ്റം സെല്ലിന്റെ ഉദ്ഘാടനം ആയുർവേദ സംരംഭക ഷോളി വർഗീസ് നിർവഹിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, IKSL കൺവീനർ ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത്, ജോയിന്റ് കൺവീനർ മിന്ന ഫ്രാൻസിസ്, സ്റ്റുഡന്റ് കോർഡിനേറ്റർ ഹണി ജെയ്സൺ എന്നിവർ സംസാരിച്ചു. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വ്യാപകമായി BKMU നടത്തുന്ന കൃഷിയിറക്കൽ ക്യാമ്പയിനിന് തുടക്കമായി. BKMU അളഗപ്പ ഈസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കേക്കരയിൽ ചെണ്ടുമല്ലി കൃഷിയിറക്കി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. BKMU ലോക്കൽ സെക്രട്ടറി VK കരുണാകരൻ, CPI ലോക്കൽ സെക്രട്ടറി VK അനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം സാഹിത്യ ജിതീഷ് എന്നിവർ സന്നിഹിതരായി. അളഗപ്പ ഈസ്റ്റ് കമ്മിറ്റി പരിധിയിൽ നടന്ന ചെണ്ടുമല്ലി കൃഷിയിറക്കലിന്റെ ഉദ്ഘാടനം മണ്ഡലം ട്രഷറർ ഡെന്നീസ് പുളിക്കൻ നിർവഹിച്ചു. CPI ലോക്കൽ സെക്രട്ടറി VK അനീഷ്, VR രാജൻ, VK കരുണാകരൻ, ജയന്തി സുരേന്ദ്രൻ, NK സുരേന്ദ്രൻ എന്നിവർ സന്നിഹിതരായി. കാലാവസ്ഥ. കൂടിയ ചൂട് 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ, സ്റ്റാഫ് നഴ്സ്, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ജൂൺ 23-ന് പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലാണ് അഭിമുഖം. എല്ലാ തസ്തികകളിലേക്കുമുള്ള പ്രായപരിധി 40 വയസ്സ്. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. അഭിമുഖം രാവിലെ 11-ന് നടത്തും. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജിയും കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്കാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നത്. സമയം ഉച്ചയ്ക്ക് 12-ന്. ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി അല്ലെങ്കിൽ VHC, ECG ആൻഡ് ഓഡിയോമെട്രിക് ടെക്നോളജി യോഗ്യതയുള്ളവർക്ക് ഉച്ചയ്ക്ക് 2-ന് ECG ടെക്നീഷ്യൻ അഭിമുഖത്തിൽ പങ്കെടുക്കാം. വെള്ളപ്പേപ്പറിൽ എഴുതിയ അപേക്ഷ, അസൽ സർട്ടിഫിക്കറ്റുകൾ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം നിശ്ചിത സമയത്ത് ഹാജരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം 048027511232. ഇമെയിൽ chopudukkad@gmail.com. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,370 രൂപ, പവന് 1,06,960 രൂപ. വരന്തരപ്പള്ളി ജനതാ UP സ്കൂൾ മുൻ അധ്യാപകൻ തണ്ടാശ്ശേരി തങ്കപ്പൻ മാസ്റ്റർ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെണ്ടൂർ ചെറുവത്തൂർ കല്ലൂക്കാരൻ ജെൻസൺ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-ന് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. ലാലിയാണ് ഭാര്യ. ജൂലി, അൽജോ എന്നിവർ മക്കളും. ലിജോ, ഷെറിൻ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ മുട്ടിത്തടി പീടികമലയിൽ ദേവസ്യ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11-ന് കല്ലൂർ ഈസ്റ്റ് സെന്റ് റാഫേൽ പള്ളിയിൽ. ത്രേസ്യയാണ് ഭാര്യ. സണ്ണി, ബെന്നി, ജെസ്സി, ജിൽജി, ബിന്ദു എന്നിവർ മക്കളും. ബിന്ദു, സജിനി, സിബി, ജോസ്, സിജോ എന്നിവർ മരുമക്കളുമാണ്. പുലക്കാട്ടുകര പുലിക്കോട്ടിൽ പുള്ളൂക്കാരൻ സന്തോഷ് അന്തരിച്ചു. 60 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഷീജയാണ് ഭാര്യ. ഐറിൻ, റിച്ചാർഡ് എന്നിവർ മക്കളാണ്.
വരന്തരപ്പള്ളി കരയാമ്പാടം നീലങ്കാവിൽ ചക്കാലക്കൽ ജോർജ് ഭാര്യ ലില്ലി അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. വർഗീസ്, ജോൺസൺ, സ്റ്റീഫൻ എന്നിവർ മക്കളും മിനി, ജിബി, സോണിയ എന്നിവർ മരുമക്കളുമാണ്. തൃശൂർ അതിരൂപതയിലെ സീനിയർ വൈദികൻ ഫാദർ ജോളി ചിറമൽ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. കല്ലൂർ വെസ്റ്റ്, മണ്ണമ്പേട്ട ഇടവകകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സംസ്കാരം പിന്നീട് നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ വീണ്ടും ഷിഗല്ല, 3 വിദ്യാർത്ഥികൾക്ക് സ്ഥിരീകരണം. വായനാ ദിനത്തിൽ വിപുലമായ പരിപാടികൾ ഒരുക്കി സ്കൂളുകളിലും വായനശാലകളും വിവിധ സ്ഥാപനങ്ങളും. ലക്ഷങ്ങൾ ചിലവഴിച്ച് പണി പൂർത്തിയാക്കിയ തൃക്കൂർ SMS റോഡ് തകർന്നു. പ്രക്ഷോഭവുമായി ജനകീയ സമരസമിതി. ആരോഗ്യമേഖലയിൽ ഗവൺമെന്റ് നയം നിഷ്ക്രിയത്വം പാലിക്കുന്നുവെന്നാരോപിച്ച് CPM ജാഗ്രതാ സദസ്സ് നടത്തി. NCTV ന്യൂസ് ഇംപാക്ട്. മുപ്രിയം ഹെൽത്ത് സെന്ററിനു സമീപം അപകടാവസ്ഥയിൽ നിന്നിരുന്ന പുളിമരം മുറിച്ചുമാറ്റി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.